പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ. ഈ കഥയിൽ ഒരുപാട് നിങ്ങൾക്ക് കേട്ടാൽ ചിലപ്പോൾ അറപ്പ് തോന്നുന്ന, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറയാനുണ്ട്. അതൊക്കെ നമ്മൾ പച്ചയ്ക്കാണ് പറയണത്. അപ്പോൾ ആ പച്ചയ്ക്ക് പറയുന്ന സംഭവങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം വീഡിയോ കാണുക, അല്ലെങ്കിൽ സിപ്പ് ചെയ്ത് പോവുക. അല്ലാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ വഴിയില്ല. ഈ കഥ എങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. ഈ കഥയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾക്കും അറിയേണ്ടതാണ്. അതുകൊണ്ട് 18 വയസ്സിന് മേലെയുള്ളവർ മാത്രം വീഡിയോ കാണുക. അതുപോലെ തന്നെ 18 വയസ്സിന് മേലെയുള്ള സ്ത്രീകളായാലും അതുപോലെ തന്നെ പുരുഷന്മാരായാലും അവർക്ക് കാണേണ്ടതാണ്, അവർക്ക് അറിയേണ്ട സംഭവം കൂടിയാണ് നമ്മൾ ഈ പറയാൻ പോണത്. എന്തായാലും നമുക്ക് ഒരു ആമുഖം പറഞ്ഞ നിലയ്ക്ക് നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലബ്ബ്, ഒരു നൈറ്റ് ക്ലബ്ബ്. ആ ക്ലബ്ബിൽ ഒരു സുന്ദരിയായ ഒരു യുവതി അങ്ങോട്ട് കയറി ചെല്ലുക. ആ നൈറ്റ് ക്ലബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ മാത്രം വരുന്നൊരു നൈറ്റ് ക്ലബ്ബാണ്. അവിടെ എന്താ നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ മുഴുവൻ നടക്കുന്നത് സ്വവർഗരതിയാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാർക്ക് അവിടെ നൂല് വസ്ത്രമില്ല. എല്ലാവരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരും കൂടി ബന്ധപ്പെടലും, പുരുഷന്മാരും പിന്നീ കൂടെ കയറ്റണ്, അതുപോലെ തന്നെ വായയിലിടണ്. ഇങ്ങനെയുള്ള എല്ലാ പുരുഷന്മാരും അങ്ങോട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ട് അതുപോലെ കുടിക്കിന്, ആർമാദിക്കിന്, അവർ സുഖിക്കിന്. ഇതാണ് ഇവിടുത്തെ ക്ലബിലെ എല്ലാ അംഗങ്ങളും ചെയ്യുന്നത്. അവിടെ വന്നാൽ അവർക്ക് വേറൊരു ലോക. അവിടെ പെണ്ണുങ്ങളില്ല, അവിടെ ആണുങ്ങൾ മാത്രം. ആണുങ്ങളെ ഇഷ്ടമുള്ളവർ മാത്രമാണ് അവിടെ അംഗങ്ങളായിട്ടുള്ളൂ. അവർ ദിവസം ഇതുപോലെ മാറി മാറി ആൾക്കാരായിട്ട് ബന്ധപ്പെടും, പരിചയപ്പെടും, അതുപോലെ തന്നെ പരിപാടി ചെയ്യും. അപ്പോൾ ഈ സുന്ദരി കയറി ചെല്ലണത് അവിടേക്കാണ്. കയറി ചെന്ന് അവിടെ നിന്ന് നോക്കുക. ഇപ്പോൾ ഒരു പെണ്ണിനെ അവിടെ അംഗത്തല്ലെങ്കിലും കയറി വന്ന് നിന്ന് കാണാം. അവൾ കണ്ടപ്പോൾ അവിടെ പല ആണുങ്ങളും തമ്മിൽ വായലിടുന്നുണ്ട്. ആ വായലിട്ട് വരുന്ന ബീജം കുടിക്കിന്. വേറെ പുരുഷൻ്റെ ബീജം വായിലിട്ട് വരുമ്പോൾ അത് കുടിക്കിന്. അങ്ങനെ കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ ഈ സുന്ദരി കാണാം. അത് കണ്ടപ്പോൾ അവനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളോടൊരു കുറച്ച് സംസാരിക്കാനുണ്ട്, പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വന്നു. അപ്പോൾ ചോദിച്ചു, എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊരു ജോലി ഞാൻ ഏൽപ്പിക്കുകയാണ്. വെറും 4 ദിവസം മാത്രം. അത് നൈറ്റ് മാത്രം ഡ്യൂട്ടി, പകലൊന്നും ഡ്യൂട്ടിയില്ല. നൈറ്റ് എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ വീട്ടിൽ വന്നാൽ അവിടെ ഒരു ഡ്യൂട്ടി നിങ്ങൾക്ക് തരും. ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പറയണ പൈസ, നിങ്ങൾ പറയണ പൈസയാണ്, ഞാൻ പറയണതല്ല, നിങ്ങൾ പറയണ പൈസ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്താണ് ജോലി? ജോലി വളരെ നിസ്സാരമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വരുന്നു, ഞാൻ എൻ്റെ റൂമിൽ നിങ്ങൾക്കൊരു കസാര ഇട്ട് തരുന്നു. നിങ്ങൾ വന്ന ഉടനെ ആ കസാരയിൽ ഇരിക്കുന്നു. ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നേക്കഡാവും, പറന്ന പോടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് വസ്ത്രമില്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആ കിടക്കയിൽ കിടക്കും. അപ്പോൾ ഞാൻ ഉറങ്ങുന്നവരെ നിങ്ങൾ എന്നെ നോക്കി, എൻ്റെ ശരീരത്തെ നോക്കി, എൻ്റെ സൗന്ദര്യത്തെ നോക്കി, എൻ്റെ ഓരോ അവയവത്തിൻ്റെ ഭംഗി നോക്കി നിങ്ങളങ്ങോട്ട് ഇരിക്കണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിനിപ്പോൾ എന്താ പ്രശ്നം? പക്ഷേ ഞാൻ പറയുന്ന പൈസ ഭീമമാണ്, നിങ്ങൾക്കിപ്പോൾ ഇത്രയും വലിയൊരു ഫേവർ ചെയ്തു തരല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വലിയൊരു എമൗണ്ടിന് അത് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ അവളുടെ വീട്ടിൽ ചെല്ലണം. വലിയൊരു വീട്, അവൾ ഒറ്റയ്ക്കുള്ള അവിടെ. അങ്ങനെ വലിയ ആർഭാടമായ റൂമിൽ ഇവൻ അവിടെ കൊണ്ടു ചെല്ലണം. കൊണ്ടു ചെന്നിട്ട് അവൾ ഫുൾ നേക്കഡായിട്ട് ഇവൻ്റെ മുമ്പിൽ കിടക്കണം. അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, കണ്ണ് വെട്ടിക്കാതെ ഇങ്ങനെ ഒന്ന് കണ്ണടയ്ക്കാണ്ട് ഇവളുടെ ഗുഹയിലേക്കും യോനിയിലേക്കും മൊലയിലേക്കും തൊടയിലേക്കും മാത്രം ഫോക്കസ് ചെയ്തിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ആർത്തിയോടെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു, കുറച്ചും കൂടി സമയം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞപ്പോൾ ഇവളുടെ കാലിങ്ങനെ അകത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ യോനിയിൽ നിന്ന് ഒരു ദ്രാവകം ഇങ്ങനെ ഇറങ്ങി വരണം. ഇതിവൻ കണ്ടു. ഇത് കണ്ടപ്പോൾ അവൻ ആകെ അതിശയായി. ഇതെന്ത് ദ്രാവകമാണിത്, ഇതെന്താണിത്? ഒന്നും ചെയ്യാണ്ട് അവൾ പോലും അവളുടെ യോനിയിൽ ഒരു തൊട്ടിട്ടില്ല. എന്നിട്ട് പോലും അവൾക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അത് എവിടെ നിന്ന് വരണം, എന്താണെന്നുള്ളത് പിന്നെ ഒരു പിടുത്തമില്ല. അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി.
ഉറങ്ങിപ്പോയപ്പോൾ ഇവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ആ യോനിയിൽ അവിടെ നിന്ന് അത് തൊട്ടോയിട്ട് എടുത്തിട്ട് മണപ്പിച്ച് നോക്കി. അങ്ങനെ അവൻ അതേപോലെ തന്നെ അവിടെ വന്നിരുന്നു. കുറച്ച് നേരം പുറത്ത് പോയിരുന്നു. അവൾ ഉറങ്ങിയല്ലോ. അത് കഴിഞ്ഞ് പുറത്ത് പോയിരുന്നു, ഷർട്ട് വലിച്ചു. അപ്പം നമുക്കിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർ തൊട്ടാൽ മാത്രമല്ല, അല്ലെങ്കിൽ അവർക്ക് കയ്യിൻ്റെ വിരലിട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും ഉപകരണം ഇട്ടാലോ മാത്രമല്ല അവർക്ക് വരിക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ഈ സ്ത്രീകൾക്ക് ഇതുപോലെ വെള്ളം വരുന്നത് മൂത്രമൊഴിക്കുന്ന മൂത്രനാളത്തിൽ നിന്നല്ല. അതിനവിടെ സെപ്പറേറ്റായിട്ട് ഒരു ഓട്ടയുണ്ട്. ആ ഓട്ടയിൽ നിന്നാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ചീറ്റി വരണത്. ചിലർക്ക് ചീറ്റി വരും, ചിലർക്ക് തുള്ളിയായിട്ട് വരും. അതങ്ങനെ പല രീതിയിലും വരും. അപ്പോഴാണ് ഇത്രയും ഇവനും പല സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട പല അനുഭവങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ വരുന്നതും ഇങ്ങനെ വന്ന് അവൻ തൊട്ട് നോക്കുന്നതും ഇത് ഇങ്ങനൊരു സംഭവം കൂടി ഇതിൻ്റെ ഈ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം മറഞ്ഞു വെച്ചുള്ളൊരു സംഭവമാണത്. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ് സ്ത്രീകളുടെ യോനി. കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടി പോലെ അതിൽ നിന്ന് ഇറങ്ങി വരും. അവർക്ക് അതിനനുസരിച്ച് വികസനം അതിനുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു കൈ പോലും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും ചില സമയത്ത് ചില വടി കടക്കാനും പറ്റില്ല എന്ന് പറയും. ഒരു പ്രായം വന്നാലാണ് ആ വടി പോലെയാണ് കടന്നു പോകുള്ളൂ, കടക്കാനും പറ്റില്ല. അത് രണ്ടെതളായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ ക്രിസരി എന്ന് പറഞ്ഞൊരു സാധനം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ വരുന്ന ഈ ഒരു പാല്, അത് ഒരു ഭയങ്കര അത്ഭുതമാണ്. പുരുഷന്മാർക്കുള്ള പോലെ അല്ല അത് ഭയങ്കര അത്ഭുതമാണ്. അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ് സ്ത്രീകളുടെ യോനി. അവർക്കത് സ്ത്രീയായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണത്. അതവിടെ നിൽക്കട്ടെ. സ്ത്രീകൾ പറയും പുരുഷന്മാരായിട്ട് ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. പക്ഷേ പുരുഷന്മാർക്ക് സ്ത്രീകളായിട്ട് ജീവിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. അവരെ പുരുഷന്മാരുടെ സെക്സിൻ്റെ ആസ്വാദനമല്ല സ്ത്രീകളുടെ ആസ്വാദനം. സ്ത്രീകൾക്ക് ഒരു വേറെ ലെവൽ ആസ്വാദനമാണ്. ഒരു പുരുഷനെ നല്ല രീതിയിൽ പരിപാടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് അയാൾ നേരം വെളുത്തപ്പോൾ ഇവള് പറഞ്ഞു ശരി എന്നാൽ പോയിക്കോളൂ, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അനുഭവം കൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം വന്നിട്ട് ഇതന്നെ ഡ്യൂട്ടി. ഇവള് ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഇന്നലെ വന്ന പോലെ അതുപോലെ തന്നെ വന്നു. അളവിൽ സ്വല്പം കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവളങ്ങോട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഇവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാണെന്നുണ്ടെങ്കിലോ വികാരം അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരൊരു ധാരണയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാനങ്ങനെ കിടക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ പരിപാടി ചെയ്തതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാം. അത് നമ്മുടെ ഈ കരാറിലെ ലംഘനമല്ല. അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ എൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവന് തോന്നി ഇപ്പോൾ എനിക്ക് ഇത് ഇവളെ കണ്ടിട്ട് ഒരുപാട് വികാരം വരുന്നുണ്ട്, ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. അതിപ്പോൾ അവൾക്ക് പ്രശ്നമല്ലാന്ന് അവൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോരാത്തിന് അവൾ ഉറങ്ങുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പാൻറ് ഊരി ഷഡ്ഡിയുടെ ഉള്ളിൽ നിന്ന് സാധനം എടുത്ത് കൊണ്ടു വെച്ചിട്ട് ഇവിടെ കാല് കവച്ച് വെച്ചിട്ട് അങ്ങോട്ട് പരിപാടി തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ ഒരു പരിപാടി തട്ടിങ്ങനെ തുടങ്ങുമ്പോൾ സ്ത്രീകൾ എത്ര ഉണങ്ങായാലും അവർക്ക് അതിൻ്റേതായുള്ള രതിമൂർച്ച വരുമ്പോൾ അവർക്ക് അതിൻ്റേതായുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും ഇവളറിയുന്നില്ല, ഇവളത് രസിക്കുന്നില്ല, ഇവരത് എൻജോയ് ചെയ്യുന്നില്ല. ഇവള് ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ കിടക്കണം ആ ഉറക്കത്തിൽ തന്നെ. അത് കഴിഞ്ഞ് അവൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അവന് പിന്നെ വേറെ നോക്കേണ്ട കാര്യമില്ല. ഇവന് തോന്നി ഒരു സ്വയംഭവം ചെയ്ത പോലെ മാത്രമേ അവന് ഫീൽ ചെയ്തുള്ളൂ. അങ്ങനെ നേരം വെളുത്തപ്പോൾ ചോദിച്ചു, ഇന്നലെ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയില്ലേ? അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ എൻജോയ് ചെയ്യില്ല, എനിക്കത് ഒരു വിഷയമല്ല, നമുക്കത് അതിനു വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിതുപോലെ കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ഗുഹയിൽ നിന്ന് യോനിന്നൊരു ചോര ഇങ്ങനെ ഒലിച്ചിറങ്ങുക. എന്താണ് ഒരു പീരീഡായി. അപ്പോൾ ഇന്നലത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു പീരീഡായി. അപ്പോൾ അങ്ങനെ ചോര ഇങ്ങനെ ഒലിച്ചിറങ്ങുക. അപ്പോൾ ഇത് കണ്ടിട്ട് ആകെ അങ്ങനെ അതിശയിച്ച് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു ഡെമോ കാണിക്കാട്ടാന്ന് പറഞ്ഞു. കാണിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു കഷ്ണം, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചോരയാണ്. ആ പഞ്ഞിക്കട്ട അവൾ പുറത്തെടുത്തിട്ടെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അതങ്ങനെ ഒറ്റ വീഴുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ആ വെള്ളം എടുത്തിട്ട് ഈ പഞ്ഞി എന്താണ് അതിനെ അതിലിട്ട് മുക്കിയപ്പോൾ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളറ് ചുവന്ന കളറായിട്ട് മാറി.
നമ്മൾ ഈ ചായ മേടിച്ചിട്ട് ഈ ചായയിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, അതിങ്ങനെയാണ് കുത്തി കുലുക്കിയിട്ട് അതിലത്തെ എസൻസ് അങ്ങോട്ട് ഇറക്കില്ലേ, അതേപോലെ കുത്തി കുലുക്കി ആ പഞ്ഞിയിലുണ്ടായിരുന്ന എല്ലാ രക്തവും ഈ വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നു. അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാലോ എന്താണ് ചോര കളറിലുള്ള ഒരു വെള്ളം. അതും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള രക്തം പോണത് പേട്ട് രക്തമാണ്, വളരെ മോശം രക്തമാണ് നമ്മുടെ സമൂഹത്തിലും ഡോക്ടർമാരും എല്ലാവരും പറയുന്നത്. അതങ്ങോട്ട് ഇവളങ്ങോട്ട് കലക്കി കഴിഞ്ഞിട്ട് അവളത് കുടിക്കണം. അതിൻ്റെ പകുതി കുടിച്ചിട്ട് പകുതി ഇയാൾക്ക് കൊടുക്കണം കുടിക്കാൻ പറഞ്ഞിട്ട്. ഇയാൾ വേറെ ഒന്നും നോക്കിയില്ല, അത് മേടിച്ച് ഇയാൾ കുടിച്ചു. അപ്പോൾ ഈ സമയത്തൊക്കെ സ്ത്രീകളെ പുരുഷന്മാർ തൊടാറില്ല. പഴയ കാലത്തൊക്കെ അതിൻ്റെ വേറൊരു മറപ്പര കെട്ടിയിട്ട് അവിടെ ഇനി ഇരുത്തുക, 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കടത്തുള്ളൂ. അതുപോലെ തന്നെ ആരും കാണാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരുപാട് ചിട്ടകളുണ്ട്. ഈ സമയത്ത് ചോര ഒരു 4 ദിവസം 3 ദിവസം 5 ദിവസം വരുന്ന സമയത്ത് ഒരു ലിംഗം പോലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, പല രോഗങ്ങളും വരാം, പല പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മാനസിക നില തന്നെ തെറ്റാം. പക്ഷേ ആ സമയത്ത് ഇവർക്ക് ലൈംഗികപരമായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയണത്. അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ സമയത്ത് പെണ്ണുങ്ങൾ റെസ്റ്റ് കൊടുത്ത് പെണ്ണുങ്ങൾ നമ്മൾ ഇരുത്തുന്നത്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ആദ്യ രാത്രിയിൽ കാമുകനും കല്യാണം കഴിഞ്ഞ് വരുന്ന വധുവരന്മാർ പാല് കൊണ്ടുവന്നിട്ട് ഷെയർ ചെയ്ത് കുടിക്കില്ലേ, അതേപോലെ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്ത് കുടിച്ചു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കാല് മുറിഞ്ഞാൽ അല്ലെങ്കിൽ കത്തി കൊണ്ട് നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞാൽ ചോര വരണം. ആ ചോര തന്നെയാണ് അത്. നമ്മളെന്തുണ്ടാവും, ചിലപ്പോൾ ഒന്ന് കൈ മുറിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് ആ ചോര നമുക്ക് പുറത്ത് കളയാനായിട്ട് ഇഷ്ടമില്ല, അത് നമ്മൾ കുടിക്കും. പലരും ചെയ്തിട്ടുണ്ട്, ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോഴും ചെയ്യും. കൂടുതൽ ചോര വരാൻ നമുക്ക് ആകെ പേടിയാണ്. അപ്പം നമ്മൾ ആ ചോര കളയാണ്ടിരിക്കാൻ നമ്മൾ തന്നെ മുത്തി കുടിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ചോര. ഈ സ്ത്രീകളുടെ യോനി എന്ന് പറയുന്ന ചോര അതിനൊരു അയിത്തം കൽപ്പിക്കാനോ അതൊരു പേട്ട് രക്തമായിട്ടാണോ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പേട്ട് രക്തം ഒരു സ്ത്രീയുടെ ശരീരത്തിലും ഇല്ല, ഒന്നുമില്ല. അതൊരു ഹോർമോൺ ചേഞ്ചിൻ്റെ ചില ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അത് അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ ഷെയർ ചെയ്ത രക്തം കുടിച്ചത്. എന്ത് പ്രശ്നം? അങ്ങനെ നേരം വെളുത്തപ്പോൾ ഇവൾക്ക് പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ആളോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇവള് വിചാരിച്ചു കുടിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ഇയാൾ കുടിച്ചല്ലോ. അപ്പോൾ ഇയാളോട് ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞ് പിന്നെ 4-ാമത്തെ ദിവസം വന്നു ഇയാൾ. അപ്പോൾ പറഞ്ഞു നമ്മുടെ കരാറിലെ അവസാനത്തെ ദിവസമാണത്, ഇത് കഴിഞ്ഞ് നിങ്ങളുടെ പേയ്മെൻറ്റ് തന്നാൽ പിന്നെ നിങ്ങൾ നാളോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് പറഞ്ഞു അത് ശരി, അത് കുഴപ്പമില്ല നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ പോലെ വീണ്ടും ഇരുന്നു. അന്ന് ഇരിക്കുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം വന്നുകൊണ്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം രക്തം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാൾ വിചാരിച്ചു വീണ്ടും പഞ്ഞി എടുത്ത് കുടിക്കാനുള്ള പരിപാടിയാണോ എന്ന് നോക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ അന്ന് അവിടെ പഞ്ഞിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇവളെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങളൊന്ന് വന്ന്, എനിക്ക് ഭയങ്കര മൂഡായിട്ടിരിക്കുക, നിങ്ങളൊന്ന് വന്ന് ഇനി പരിപാടി ചെയ്താനെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ചെന്ന് പരിപാടി ചെയ്തു. അന്ന് ഉറക്കത്തിൽ പരിപാടി ചെയ്ത പോലെ അല്ല അവൾ നടന്നത്. ഇവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഞെട്ടിച്ചു കൊണ്ടാണ് ഇവളുടെ കളി നടന്നത്. ഗംഭീര കളി. ഇയാൾക്ക് അവളെ എത്താൻ പറ്റില്ല, അതേപോലത്തെ കളിയാണ് അവൾ കളിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി നമ്മൾ സാധാരണ ദിവസങ്ങളിൽ പെണ്ണുങ്ങളെ കളിക്കുന്നതിനേക്കാളും ഗംഭീര സുഖമാണ് ഇങ്ങനെയുള്ള സമയത്ത് കളിച്ചാലെന്ന് അദ്ദേഹത്തിനും മനസ്സിലായി, അവൾക്കും മനസ്സിലായി. അങ്ങനെ അന്ന് അവർ കളിച്ച് അങ്ങനെ അവിടെ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. നേരം എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് മൊത്തം വലിയൊരു എമൗണ്ട് ഉണ്ട്, അത് മൊത്തം കൊടുത്തിട്ട് പറഞ്ഞു നമ്മളായിട്ടുള്ള കരാർ തീർന്നു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, ഇനി എന്നെ അന്വേഷിച്ചൂടെ വരരുതെന്ന് പറഞ്ഞു. ശരി ഞാൻ വരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയപ്പോൾ ഈ പൈസ നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇയാൾക്ക് ഈ പൈസ എടുത്തിട്ട് എന്ത് ചെലവ് ചെയ്യും? ഇയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകുന്നു, ഒരുപാട് കാറ് മേടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചിന്തയിലാണ്. ഈ കാശ് കിട്ടിയിട്ട് വേണം ഒരു കാറ് മേടിക്കാൻ, അതുപോലെ തന്നെ നല്ല കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എന്നൊക്കെ കുറേ ആവശ്യങ്ങൾ അയാളുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഈ കാശ് കിട്ടി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എല്ലാ ആവശ്യങ്ങളും ഇയാൾ മറന്നു. എങ്ങനെ ഈ കാശെടുത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, എങ്ങനെ അത് ചിലവാക്കും? അയാൾക്ക് ചിലവാക്കാൻ തോന്നുന്നില്ല പൈസ. അയാൾ 2 ദിവസം ആ കാശ് കയ്യിൽ വെച്ചു, 3 ദിവസം കയ്യിൽ കാശ് വെച്ചു, എന്നിട്ട് പോലും ആ കാശ് ഇയാൾക്ക് ചിലവാക്കാൻ കഴിയുന്നില്ല. ചിലവാക്കാൻ കഴിയുമ്പോൾ ഇവളുടെ മുഖം ഓർമ്മ വരും. 4 ദിവസം ഇവളുടെ കൂടെ കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ ഓർമ്മ വരും. ഇതൊക്കെ ഓർമ്മ വന്നിട്ട് ഇയാൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ തിരിച്ച് അവിടെ ചെന്നിട്ട് ഇവിടെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്തേ നിങ്ങൾ പൈസ ചിലവാക്കിയില്ലേ? ഇല്ല, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഇത് സ്നേഹത്തിൻ്റെ പൈസയാണ്,
ഇത് ഞാൻ ഇന്നവരെ അനുഭവിക്കാത്ത സുഖം തന്ന പൈസയാണ്. അതുപോലെ എനിക്ക് പലതും അറിയാത്ത പലതും എന്നെ പഠിപ്പിച്ചു തന്ന പൈസയാണത്. അങ്ങനെ കിട്ടിയ പൈസ എനിക്ക് ചിലവാക്കാൻ കഴിയില്ല. ഇത് നിങ്ങൾ എന്നെ കയ്യിൽ വെച്ചോളൂ എന്നിട്ട് ആ പൈസ തിരിച്ചേൽപ്പിച്ച് അവൻ്റെ ലോകത്തേക്ക് തിരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഒരിക്കലും സ്ത്രീകളെ ഇങ്ങനെയുള്ള തീണ്ടാരി സമയത്തോ ഇങ്ങനെയുള്ള സമയത്തോ സ്ത്രീകളെ അകറ്റി നിർത്താൻ പാടില്ല. അവർക്ക് കെയർ കൊടുക്കുക, അവരെ സ്നേഹിക്കുക, ആ സമയത്തുള്ള ബന്ധപ്പെടലും കാര്യങ്ങളൊക്കെ ആസ്വാദനമാക്കുക. നിങ്ങളിനിപ്പോൾ ചോര ഷെയർ ചെയ്ത് കുടിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും വൃത്തികേടായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വേറെ ഈ കഥ ഇങ്ങനെയല്ലാതെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.